ആശ്രയം നീയേ, കരുണ തൻ ദൈവമേ. സൗഖ്യവും നീയേ, കരുണ തൻ ദൈവമേ. ആശ്വാസം നീയേ, കരുണ തൻ ദൈവമേ. വിടുതലും നീയേ, കരുണ തൻ ദൈവമേ. ആശ്രയം നീയേ, കരുണ തൻ ദൈവമേ. സൗഖ്യവും നീയേ, കരുണ തൻ ദൈവമേ. ആശ്വാസം നീയേ, കരുണ തൻ ദൈവമേ. വിടുതലും നീയേ. ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന ആരാധന അത്യുന്നതമേ, ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന നിർവഹിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള മത്സരം കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇവാഞ്ചലൈസേഷൻ, വിശേഷവൽക്കരണം ഏറ്റവും ശക്തമായിട്ടുള്ള ദൗത്യമാണ്, മിഷനാണ്. അപ്പോൾ ഈ മിഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ തെരുവിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നത്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ എൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചതായിട്ടുള്ള വലിയ സന്ദേശവും അതുതന്നെയാണ്. എന്നിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ലോകത്തെ അറിയിക്കുന്നു. അപ്പോൾ ലോകത്തെ അറിയിക്കുവാനായിട്ടുള്ള ഏറ്റവും യോജിച്ച, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വേദി എന്ന് പറയുന്നത് നമ്മളുടെ തെരുവുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ തെരുവിൽ കൂടി സംസാരിക്കുവാനായിട്ട് സുവിശേഷം നമ്മളോട് ആഹ്വാനിച്ചത്. അങ്ങനെ ഓർക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലാണ്. അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായ സമയത്ത് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എൻ്റെ സഹോദരങ്ങളുമായിട്ട് തെരുവിലേക്കാണ് ഇറങ്ങിയത്. തെരുവിലേക്ക് ഇറങ്ങി അതിനനുസരിച്ച് കർത്താവിനെ പ്രഘോഷിക്കുക ജനത്തിന്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആ പ്രഘോഷണം പിന്നീട് ലോകം മുഴുവൻ ഏറ്റെടുത്തു. പിന്നെ സഭയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സുവിശേഷം അതുതന്നെയാണ് എന്ന് ഫ്രാൻസിസ് അസീസി നമ്മുടെ പദ്ധതിയിലുണ്ട്. അപ്പോൾ ഇത് സഭയുടെ വലിയ ദൗത്യമായിട്ട് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. കാര്യം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ നിറവേറ്റി കൊടുക്കുക, കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുക, നിറവേറ്റി. അപ്പോൾ ഈ തെരുവിൽ കർത്താവിനെ പ്രഘോഷിക്കുക, അത് സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ വലിയ ദൗത്യ പ്രഘോഷണം ദൈവത്തിൻ്റെ കുറവുകൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ നോയിമ്പിൻ്റെ ഈ കാലം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് കോട്ടയം അതിരൂപതയിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നേരുകയാണ്. കർത്താവിൻ്റെ പ്രത്യേകിച്ച് ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന ആരാധന അത്യുന്നതമേ. കരുണ തൻ ദൈവമേ. സ്നേഹവും നീയേ, കരുണ തൻ ദൈവമേ. ആനന്ദവും നീയേ, കരുണ തൻ ദൈവമേ. ശാന്തതയും